ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് രചന നമ്മുടെ ഇഷിതയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം മോഹനവല്ലിയും മാഷും ആണെങ്കിൽ ഇഷിതയെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നു. അപ്പം മഹേഷിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത് എന്ത് പറ്റി മോനേന്ന്. അപ്പോൾ പറയുന്നു പോയ കാര്യം നടന്നില്ല, ആകാശ് മേനൻ എന്തോ പാര വെച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ രാമൻ പറയുന്നു ഇഷിതയെ നീ വിളിച്ചിരുന്നു എന്ന് പറയുന്നില്ല, ഞാൻ തിരക്കായതുകൊണ്ട് വിളിച്ചില്ല, നീ ഒന്ന് വിളിച്ച് നോക്കും മോനെ, ആദ്യം വിളിക്കാൻ പോയിട്ടുണ്ട്, എന്തായിരുന്നു എന്ന് അറിയാമല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് ഇഷിത അകത്തേക്ക് കയറി വരും. കയറി വന്നിട്ട് ഇഷിതയോട് ചോദിക്കും, മോഹൻവല്ലി ചോദിക്കും എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ പറയും അവൻ ഇങ്ങോട്ട് വരില്ല, അവൻ്റെ മമ്മിയെ വിട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറയും. അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ മമ്മിയും ഡാഡിയും ചിപ്പിമോളും ഉള്ള ഒരു ലോകമാണെന്ന് പറയും. അപ്പോൾ സ്വപ്നവല്ലി പറയും പിന്നെ എന്തിനാണ് പിരിഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ പറയും. അത് നടക്കുന്ന കാര്യമാണോ, അവൾ വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കുകയല്ലേ, അതവന് മനസ്സിലാകത്തില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇഷിത പറയും അവൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയല്ല, അമ്മയോടുള്ള സ്നേഹമാണ്, അവൻ മനസ്സിലാക്കുന്ന ഒരു സമയം വരും, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ഇഷിത അകത്തേക്ക് പോകുന്നു. ഇതേ സമയത്താണെങ്കിൽ 101 നമ്മുടെ ആശു വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആകാശ് മേനോനാണ് നമ്മുടെ സുചിത്രയുടെ കല്യാണം മുടക്കിയതും അതുപോലെ ഈ ആതിര കേസിൽ അവർക്ക് 35 ലക്ഷം കൊടുത്ത് അവരെ ഒതുക്കിയത് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു ഈശുവിന് എന്തിൻ്റെ കേടാണ് ആദിയുടെ പുറകെ നടക്കാൻ, ആകാശ് മേനോൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറയും. അപ്പോൾ നമ്മുടെ ഇഷിത അപ്പോൾ അങ്ങോട്ടേക്ക് വരും, ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. അവളോട് പറയും നീ ആദിയുടെ പുറകെയുള്ള പോക്ക് അവസാനിപ്പിക്കാൻ പറയും. അപ്പോൾ പറയില്ല, അവൻ്റെ മമ്മിയുടെ കൂടെ പോയി അവൻ മോശമായ രീതിയിൽ വളരാനാണോ ഞാൻ ആഗ്രഹിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറയും. പിന്നീട് നമ്മുടെ ഇഷിത ഇങ്ങനെ റൂമിൽ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം നമ്മുടെ ചിപ്പിമോളും വരുന്നത് അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം മഹേഷ് പറയും നിനക്കറിയാലോ ആദ്യം വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ, അതുകൊണ്ടാണെന്നുള്ള കാര്യം പറയും, നീയല്ലേ അവളെ പറഞ്ഞു വിട്ടേ എന്നുള്ള രീതിയിൽ പറയും. അപ്പം പപ്പയെ നമ്മുടെ ചിപ്പിമോള് കെട്ടിപ്പിടിച്ചിട്ട് പറയും എനിക്ക് എൻ്റെ അമ്മ മാത്രം മതി, ആദ്യേട്ടനെ വിളിക്കണ്ട, എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ്, അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോകില്ല എന്ന് പറയും. അപ്പം മഹേഷ് ചോദിക്കും നിന്നെ അവൻ അങ്ങോട്ടേക്ക് വിളിച്ചു അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം അതെ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു, പക്ഷെ ഞാൻ എൻ്റെ അമ്മയെ വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന് പറയും, അമ്മ എനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ ഇഷിതയാണ് കെട്ടിപ്പിടിച്ചിട്ട് പറയും മോളില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് പറയും. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ലയയുടെ വീട്ടിൽ മാധവി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആശു അങ്ങോട്ടേക്ക് പോയി ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് നമ്മുടെ ഇഷിതയുമായിട്ടുള്ള കല്യാണ സമയത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. കല്യാണ സമയത്ത് തലകറങ്ങി വീണതും അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ കുട്ടികളാവില്ല എന്ന് പറഞ്ഞതും അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് മനസ്സിന് പറയുന്നത് പോലെ തള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അത് ഓർത്തിങ്ങനെ വിഷമിക്കുകയാണ്. പിന്നീട് നമ്മുടെ മാഷാണെങ്കിലും വീട്ടിലിങ്ങനെ ഇഷിതയെ പറ്റി ആലോചിക്കുകയാണ്. ഇങ്ങനെ ചിപ്പിമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ എപ്പിസോഡിലാണ് മഹേഷ് വീണ്ടും സ്കൂളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം ഇങ്ങനെ കാണുന്നു, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം പറയും ഇനി ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ എന്നെ കാണരുത്, ഞാൻ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ ഇടയ്ക്ക് കാണാൻ വന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ പറയും. അങ്ങനെ മഹേഷ് ഇഷിതയെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷിത പറയും എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളും ശരികളും ഉണ്ട്, അതിലൂടെ മാത്രമേ ഇഷിത ജീവിക്കുകയുള്ളൂ എന്ന് പറയും. അപ്പം നമ്മുടെ രാമൻ മഹേഷിനോട് പറയും നിനക്ക് ഇഷിതയോടുള്ള സ്നേഹം ഞങ്ങൾക്കറിയാം, ഒരിക്കലും ഇഷിതയില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇഷിത നിൻ്റെ ജീവിതത്തിലെ പ്രകാശമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്